ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും കഴിഞ്ഞ ദിവസം തന്ന ഹോംവർക്കൊക്കെ ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് ആദ്യം ആ ഹോംവർക്കിലൂടെ പാസ് ചെയ്യാം. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം കണ്ടെത്താനുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു തന്നിരുന്നത്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള സെഷനിലേക്ക് നീങ്ങാം. ഓക്കെ, യെസ്, ഇതായിരുന്നല്ലോ ക്വസ്റ്റ്യൻ. നമുക്ക് 1 by 1 ചെക്ക് ചെയ്യാം. ആദ്യം നോക്കൂ, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 0.007 മീറ്റർ സ്ക്വയർ. നോക്കൂ, ഈ 3 സീറോസും അല്ലേ, ഇതൊക്കെ എന്താണ്? ലീഡിങ് സീറോസ് ആണ്. ലീഡിങ് സീറോസ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്, നമുക്കറിയാം. അപ്പോൾ ഇതിലാകെ ആരെ സിഗ്നിഫിക്കൻ്റ് ഉള്ളൂ? ഇതിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗർ മാത്രമേ ഉള്ളൂ. ബിക്കോസ് ലീഡിങ് സീറോസ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. 10ൻ്റെ പവർ 0യിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യൂല, നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഇവിടെ മാത്രം നോക്കിയാൽ മതി. ഇതിലാകെ എത്ര ഉണ്ട്? ഇതിൽ ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. അപ്പോൾ എത്ര? 3. മനസ്സിലായോ? കെമിസ്ട്രിയിലും ഫിസിക്സിലും ചോദിക്കും കേട്ടോ, ശ്രദ്ധിക്കണം. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇവിടെ നോക്കൂ, 0. ഓക്കെ, ഇതിൽ നോക്കൂ, ലാസ്റ്റിൽ ഇത് ലീഡിങ് സീറോ, ഇത് സിഗ്നിഫിക്കൻ്റ് അല്ല. പിന്നെ 1, 2, 3, 4 ഈ 0 സിഗ്നിഫിക്കൻ്റ് ആണ്. കാരണം എന്താ? ഇവിടെ ഡെസിമൽ പോയിന്റ് ഉണ്ട്. ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പറിൽ ട്രെയിലിംഗ് സീറോസ് ആർ സിഗ്നിഫിക്കൻറ്റ്. അപ്പോൾ ആകെ എത്ര സിഗ്നിഫിക്കൻ്റ് ഉണ്ട്? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. നോക്കൂ, ഇവിടെ ഡെസിമൽ പോയിന്റ് ഉണ്ട്. ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പറിൽ ട്രെയിലിംഗ് സീറോ സിഗ്നിഫിക്കൻ്റ് ആണ്. ഇത് ജൂൾ എന്നുള്ള ജെ ആണ്. 1, 2, 3, 4 ഹിയർ ആൾസോ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. നോക്കൂ, സീറോസ് ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ് ആർ സിഗ്നിഫിക്കൻറ്റ്. 4. നോക്കൂ, ഇവിടെ ഈ 4 സീറോസും എന്തല്ല? സിഗ്നിഫിക്കൻ്റ് അല്ല. കാരണം എന്താ? ലീഡിങ് സീറോസ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. ഈ 0 സിഗ്നിഫിക്കൻ്റ് ആണ്. എന്താ കാരണം? സീറോസ് ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. അപ്പോൾ ആകെത്തന്നുള്ളത് 1, 2, 3, 4 അഗെയിൻ 4. നോക്കൂ, ഇവിടെ ട്രെയിലിംഗ് സീറോസ് 3 ഉണ്ട്. ഡെസിമൽ പോയിന്റ് ഉണ്ട്. ട്രെയിലിംഗ് സീറോസ് ആർ സിഗ്നിഫിക്കൻറ്റ് ഇൻ എ നമ്പർ വിത്ത് ഡെസിമൽ പോയിന്റ്. അതുകൊണ്ട് എല്ലാവരും സിഗ്നിഫിക്കൻ്റ് ആണ്. ഇവിടെയും നോക്കൂ, അതേപോലെ തന്നെ ട്രെയിലിംഗ് സീറോസ് ആർ സിഗ്നിഫിക്കൻറ്റ് ഇൻ എ നമ്പർ വിത്ത് ഡെസിമൽ പോയിന്റ്. അപ്പോൾ ആകെത്തന്നുണ്ട് 4. ഇവിടെ നോക്കൂ, ലീഡിംഗ് സീറോസ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. അപ്പോൾ ഇത് സിഗ്നിഫിക്കൻ്റ് അല്ല. 1, 2 ലീഡിംഗ് സീറോസ് ആണ്, സിഗ്നിഫിക്കൻ്റ് അല്ല. എന്നാൽ ലാസ്റ്റിൽ 0 സിഗ്നിഫിക്കൻ്റ് ആണ്, ബിക്കോസ് ദർ ഈസ് എ ഡെസിമൽ പോയിന്റ്. അപ്പോൾ ആകെ എത്രണ്ട്? ആകെ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേ ആൻസേഴ്സ് തന്നെയാണ് കിട്ടിയത് എന്ന് ഓരോരുത്തരും ഉറപ്പുവരുത്തുക. ക്ലിയർ? യെസ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് റൗണ്ടിങ് ഓഫ് ആണ്. നമ്പേഴ്സിനെ എങ്ങനെ റൗണ്ട് ചെയ്യാം അല്ലേ? നമ്മൾ പലപ്പോഴും ഡെയിലി ലൈഫിൽ തന്നെ നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് അല്ലേ? നമ്പറിനെ റൗണ്ട് ചെയ്ത് ഇങ്ങോട്ട് പറയുന്നൊക്കെ പറയില്ലേ നമ്മൾ? അല്ലെങ്കിൽ ആ പൈസ നീ റൗണ്ട് ചെയ്ത് തന്നാളെന്നൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഈ റൗണ്ടിങ് ഓഫ് ആണ് ഇനി നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ ശരിക്ക് റൗണ്ട് ചെയ്യൽ അങ്ങോട്ട് റൗണ്ട് ചെയ്യലാണ് അല്ലേ? പക്ഷേ റൗണ്ടിങ്ങിന് വളരെ കൃത്യമായിട്ടുള്ള ചില റൂൾസ് ഉണ്ട്. ആ റൂൾസ് എന്താണ്, അത് വെച്ചിട്ട് എങ്ങനെ റൗണ്ട് ചെയ്യാം എന്നതാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ 2 റൂൾസ് പൊതുവെ പലർക്കും അറിയാവുന്ന ചില കാര്യങ്ങളായിരിക്കും. ആദ്യത്തെ 2 നോക്കാം നമുക്ക്. റൗണ്ടിങ് ഓഫ്. റൗണ്ടിങ് ഓഫിൽ നോക്കും, റൂൾസ് ഫോർ റൗണ്ടിങ് ഓഫ് എ മെഷർമെൻറ്റ്. അപ്പോൾ അതിൽ ആദ്യത്തെ റൂൾ പറഞ്ഞു നോക്കും, ഇഫ് ദ ഡിജിറ്റ് ടു ബി ഡ്രോപ്ഡ്. നമ്മൾ റൗണ്ട് ചെയ്യുന്ന സമയത്ത് ചില നമ്പേഴ്സിനെ ഒഴിവാക്കുകയാണല്ലേ ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക അല്ലേ? അതിന് ഒഴിവാക്കുക, ലാസ്റ്റ് ഡിജിറ്റ് കൊണ്ട് ഒഴിവാക്കുക, എന്നിട്ട് അതിൻ്റെ മുമ്പത്തത് അതിനനുസരിച്ച് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇഫ് ദ ഡിജിറ്റ് ടു ബി ഡ്രോപ്ഡ് ഈസ് സ്മോളർ ദാൻ 5, അങ്ങനെ നമ്മൾ ഒഴിവാക്കുന്ന നമ്പർ 5നേക്കാൾ കുറവാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ദെൻ ദ പ്രൊസീഡിങ് ഡിജിറ്റ് ഈസ് ലെഫ്റ്റ് അൺചേഞ്ച്ഡ്. തൊട്ട് മുമ്പുള്ള നമ്പറിനെ അതുപോലെ നിലനിർത്തിയാൽ മതി. ഇത് നമുക്കൊക്കെ അറിയാവുന്നൊരു പോയിന്റ് ആയിരിക്കും അല്ലേ? നിങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന. നോക്കൂ, ഞാനൊരു എക്സാമ്പിളോടെ കൊടുത്ത് നോക്കും. 34.382 എന്നാണ് നമ്പർ. എന്നിട്ട് ഞാൻ 2ൻ്റെ താഴെ വരച്ചിട്ടുണ്ട്. അത് ഞാൻ അങ്ങനെ വരച്ചാൽ അങ്ങനെ മീനിങ് ഒന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ആദ്യം വരച്ച് കാണിച്ചത് മാത്രം. അപ്പോൾ 34.382. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എനിക്കിവിടെ 3 ഡെസിമൽ പ്ലേസ് ഇപ്പം നിലവിലുണ്ട്. എനിക്ക് 2 ഡെസിമൽ പ്ലേസ് മതി. അപ്പോൾ 2 ഡെസിമൽ പ്ലേസിലേക്ക് ഈ നമ്പറിനെ റൗണ്ട് ചെയ്യണം. അങ്ങനെ 2 ഡെസിമൽ, അപ്പോൾ ഡെസിമൽ പ്ലേസിന് ശേഷം എണ്ണി വെക്കുക. ഡെസിമൽ പ്ലേസ് ഇത് 1, 2 ഇതുവരെ മതി, ഇതിന് ശേഷമുള്ളത് വേണ്ട. അപ്പോൾ ഇവിടെ 2നെ ഞാൻ എന്ത് ചെയ്യണം? ഡ്രോപ്പ് ചെയ്യണം. ഈ 2ന് ശേഷം വേറെ ആരൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. എനിക്ക് 2 ഡെസിമൽ പ്ലേസ് തന്നെ മതി. അപ്പോഴും നമ്മൾ ഈ 2നെ ഡ്രോപ്പ് ചെയ്താൽ മതി കേട്ടോ. കാരണം ഇയാളെ ഡ്രോപ്പ് ചെയ്യുന്നതോടുകൂടി ബാക്കിയുള്ളതൊക്കെ കണ്ട് ഡ്രോപ്പ് ആയിക്കോളും. അല്ലാതെ ഓരോരുത്തരും ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, 2നെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ അപ്പോൾ എനിക്ക് 2 ഡെസിമൽ പ്ലേസ് മതി എന്നാണ് ഞാൻ ഇവിടെ വരച്ചതിൻ്റെ ഉദ്ദേശം. അല്ലെങ്കിൽ 2നെ ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. അങ്ങനെ 2നെ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് 2 എന്ന് പറഞ്ഞ നമ്പർ
ലെസ് ദാൻ 5 ആണോ ഗ്രേറ്റർ ദാൻ 5 ആണോ എന്നാണ് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. 2 എന്താ ലെസ് ദാൻ 5. ലെസ് ദാൻ 5 ആണെങ്കിൽ തൊട്ട് മുമ്പത്തെ ഡിജിറ്റിനെ ഒന്നും ചെയ്യേണ്ട, അതുപോലെ നിലനിർത്തുക. ദെർഫോർ ഇതിൻ്റെ ആൻസർ എത്ര കിട്ടുക? 34.38 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇഫ് ദ ഡിജിറ്റ് ടു ബി ഡ്രോപ്ഡ് ഈസ് ലെസ് ദാൻ 5 ദെൻ ദ പ്രൊസീഡിംഗ് ഡിജിറ്റ് എന്ന തൊട്ട് മുമ്പത്തെ ഡിജിറ്റ് ഈസ് ലെഫ്റ്റ് അൺചേഞ്ച്ഡ്. നമുക്ക് അടുത്ത റൂളിലേക്ക് പോകാം. അടുത്ത റൂൾ നോക്കും നേരെ തിരിച്ച്. ഇഫ് ദ ഡിജിറ്റ് ടു ബി ഡ്രോപ്ഡ് ഈസ് ഗ്രേറ്റർ ദാൻ 5, ഡ്രോപ്പ് ചെയ്യേണ്ട നമ്പർ 5നേക്കാൾ കൂടുതലാണെങ്കിലോ ദെൻ ദ പ്രൊസീഡിംഗ് ഡിജിറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 1. അങ്ങനെയാണെങ്കിൽ മുമ്പത്തെ നമ്പറിനൊന്ന് കൂട്ടി കൊടുക്കണം. നോക്കൂ ഇവിടുത്തെ എക്സാമ്പിൾ 17.273 ആണ് നമ്പർ. 7ൻ്റെ താഴെ വരച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ 7നെ ഡ്രോപ്പ് ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. 3 ഡെസിമൽ പ്ലേസ് ഇപ്പോൾ ഉണ്ട്, എനിക്ക് 1 ഡെസിമൽ പ്ലേസ് മതി. അപ്പോഴാണല്ലോ 7നെ ഡ്രോപ്പ് ചെയ്ത് 1 ഡെസിമൽ പ്ലേസ് അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 1 ഡെസിമൽ പ്ലേസിലേക്ക് ഇതിനെ റൗണ്ട് ചെയ്യണം എന്നാണ് ആവശ്യം. അപ്പോൾ ഡ്രോപ്പ് ചെയ്യേണ്ട നമ്പർ ഓരോരുത്തരും ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ഡ്രോപ്പ് ചെയ്യേണ്ടത് 1 ഡെസിമൽ പ്ലേസ് കഴിഞ്ഞ് അടുത്ത ആൾ 7 ആണ് ഡ്രോപ്പ് ചെയ്യേണ്ടത്. 7 എന്താണ് 5നേക്കാൾ കുറവോ കൂടുതലോ? കൂടുതൽ. 5നേക്കാൾ കൂടുതലാണെങ്കിൽ തൊട്ട് മുമ്പുള്ള ആളൊന്ന് കൂട്ടി കൊടുക്കണം. അപ്പോൾ തൊട്ട് മുമ്പാരുള്ളത് 2 ആണ്. അപ്പോൾ അതിനെ കൂട്ടിയാൽ എന്തായി? 3 ആയി. അപ്പോൾ 17.3 ഈസ് ദ റൈറ്റ് ആൻസർ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? ഈ 2 റൂൾസും പലപ്പോഴും നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കാര്യമാണ്. അടുത്ത റൂൾസുകളൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ നമ്മൾ അങ്ങനെ സ്ഥിരമായിട്ട് ഫെമിലിയർ ആവാത്ത അല്ലെങ്കിൽ ചെയ്യാത്ത ചില കാര്യങ്ങൾ നോക്കാം. ഇവിടെ നോക്കൂ, ഡ്രോപ്പ് ചെയ്യേണ്ട നമ്പർ 5 ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത്. ഇഫ് ദ ഡിജിറ്റ് ടു ബി ഡ്രോപ്ഡ് ഈസ് 5, മാത്രമല്ല ഫോളോഡ് ബൈ നോൺ സീറോ ഡിജിറ്റ്. ഡ്രോപ്പ് ചെയ്യേണ്ട നമ്പർ 5 ആണ്. ആ 5ന് ശേഷം നോൺ സീറോ ഡിജിറ്റ് ഉണ്ടായിരുന്നു. അതായത് 5ൻ്റെ തൊട്ട് ശേഷം വരുന്ന നമ്പർ 0 അല്ലാത്ത വല്ല ഡിജിറ്റുമാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ദ പ്രൊസീഡിംഗ് ഡിജിറ്റ് ഷുഡ് ബി ഇൻക്രീസ്ഡ് ബൈ 1. മുമ്പത്തെ നമ്പറിനൊന്ന് കൂട്ടി കൊടുക്കണം. പുതിയതാണ് കേട്ടോ, ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ 2.3253 ഇതാണ് നമ്പർ. അപ്പോൾ ഇതിൽ നോക്കൂ 5നെയാണ് അണ്ടർലൈൻ ചെയ്തതെന്ന് വെച്ചാൽ 5നെ ഞാൻ ഡ്രോപ്പ് ചെയ്യണം. 5നെയാണ് ഡ്രോപ്പ് ചെയ്യേണ്ട നമ്പർ 5നേക്കാൾ കൂടുതലാണെങ്കിൽ എന്ത്, 5നേക്കാൾ കുറവാണെങ്കിൽ എന്ത്, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ ഡ്രോപ്പ് ചെയ്യേണ്ട നമ്പർ 5 ആണെങ്കിൽ എന്ത് എന്നാണ് ഇവിടെ പറയുന്നത്. ഡ്രോപ്പ് ചെയ്യേണ്ട നമ്പർ 5 ആണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 5ന് ശേഷം ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. 5ന് ശേഷം വരുന്നത് നോൺ സീറോ ഡിജിറ്റ് ആണോ എന്നാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. ഡ്രോപ്പ് ചെയ്യേണ്ട നമ്പർ 5 ആണെങ്കിൽ 3 കണ്ടീഷൻസ് വരുന്നുണ്ട്. അതിലാദ്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കണ്ടീഷനാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഡ്രോപ്പ് ചെയ്യേണ്ട നമ്പർ 5 ആണെങ്കിൽ 5ന് ശേഷം വരുന്ന ആൾ നോൺ സീറോ ഡിജിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ നോൺ സീറോ ഡിജിറ്റ് ആണ് 3 അല്ലേ. അപ്പോൾ അങ്ങനത്തെ സന്ദർഭത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? തൊട്ട് മുമ്പത്തെ ആളെ ഒന്ന് കൂട്ടി കൊടുക്കുക, വേറെ ഒന്നും മൈൻഡ് ചെയ്യേണ്ട. നോക്കൂ 2.3253 ഡ്രോപ്പ് ചെയ്യേണ്ടത് 5. അപ്പോൾ 5ന് ശേഷം ഡ്രോപ്പ് 5 ആയതുകൊണ്ട് 5ന് ശേഷം ആരാന്ന് ഞാൻ നോക്കി. ആദ്യം അതാണ് നോക്കേണ്ടത്. അപ്പോൾ നോൺ സീറോ ഡിജിറ്റ് ഉണ്ട്. അങ്ങനെയാണ് തൊട്ട് മുമ്പത്തെ ആൾ വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, ഈ 2നെ ഒന്ന് കൂട്ടി കൊടുക്കുക. ദെർഫോർ യു വിൽ ഗെറ്റ് 2.33. ഈ 3 അതുപോലെ പിന്നെ ഈ 2നെയാണ് നമ്മൾ എന്ത് ചെയ്തത്? ഒന്ന് കൂട്ടി കൊടുത്തത്. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? യെസ്. അടുത്ത പോയിന്റ് നോക്കൂ. ഇത് ഡ്രോപ്പ് ചെയ്യേണ്ട നമ്പർ 5 ആണെങ്കിൽ 3 കണ്ടീഷൻ ഉണ്ട് ഞാൻ പറഞ്ഞു. അതിൽ ആദ്യത്തെ കണ്ടീഷൻ ഇതാണ്. ആദ്യം ചെക്ക് ചെയ്യേണ്ട കണ്ടീഷനും ഇത് തന്നെയാണ്. അതായത് ഇതെന്താ കണ്ടീഷൻ? 5ന് ശേഷം നോൺ സീറോ ഡിജിറ്റ് ഉണ്ടോ എന്ന് നോക്കുക. ഇനി അത് ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? യെസ്, ഇല്ലെങ്കിൽ നോക്കൂ. ഇഫ് ദ ഡിജിറ്റ് ടു ബി ഡ്രോപ്ഡ് ഈസ് 5, പിന്നെ 5 ദെൻ പ്രൊസീഡിംഗ് ഡിജിറ്റ് ഈസ് ലെഫ്റ്റ് അൺചേഞ്ച്ഡ് ഇഫ് ഇറ്റ് ഈസ് ഈവൺ. ശ്രദ്ധിക്കണം, ഇത് ആദ്യത്തെ കണ്ടീഷൻ നോക്കിയിട്ട് അത് അല്ലെങ്കിൽ മാത്രം ഇങ്ങോട്ട് വരേണ്ടതുള്ളൂ. അത് ഡ്രോപ്പ് ചെയ്യേണ്ട നമ്പർ 5 ആണ്. 5ന് ശേഷം നോൺ സീറോ ഡിജിറ്റ് ഉണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. അതുണ്ടെങ്കിൽ നേരത്തെ കണ്ടീഷനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്, ആ റൂൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ നോൺ സീറോ ഡിജിറ്റ് ഇല്ലാത്ത സാഹചര്യത്തിലാണ് തൊട്ട് മുമ്പുള്ള ഡിജിറ്റിനെ ചെക്ക് ചെയ്യുക. അത് ഓഡ് നമ്പർ ആണോ ഈവൺ നമ്പർ ആണോ നോക്കുക. എന്ന് വെച്ചാൽ ഇവിടെ ആരാ ഉള്ളത്? തൊട്ട് മുമ്പ് 4 ഓടോ ഈവണോ? ഈവൺ ആണെങ്കിൽ ഒന്നും ചെയ്യരുത്, അതുപോലെ നിലനിർത്തുക. 28.24. നേരത്തെ എക്സാമ്പിളിൽ ഇവിടെ ഈവൺ ആയിരുന്നു, പക്ഷെ അവിടെ നമ്മളൊന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ? ആദ്യത്തെ റൂള് ഇവിടെ ഓഡ് നമ്പർ ആണോ ഈവൺ നമ്പർ ആണോ എന്ന് നോക്കലല്ല. പിന്നെന്താ? 5ന് ശേഷം നോൺ സീറോ ഡിജിറ്റ് ഉണ്ടോന്നാ. നോൺ സീറോ ഡിജിറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ ഓഡ് നമ്പർ ആണോ ഈവൺ നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതില്ല. അവിടെ ആരാണെങ്കിലും ഒന്ന് കൂട്ടി കൊടുക്കണം. മനസ്സിലായോ? ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ നോക്കൂ, ഇത് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ അവിടെ പിന്നെ 5ന് ശേഷം നോൺ സീറോ ഡിജിറ്റ് ഉണ്ടോ നോക്കുക. അതില്ലെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ അവിടെ തൊട്ട് മുമ്പത്തെ നമ്പർ ഓടാവട്ടെ ഈവൺ ആവട്ടെ ആരാണെങ്കിലും ഒന്ന് കൂട്ടി കൊടുക്കുക.
ഇനി ഡ്രോപ്പ് ചെയ്യേണ്ട നമ്പർ 5 ആണ്. 5ന് ശേഷം നോൺ സീറോ ഡിജിറ്റ് ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തൊട്ട് മുമ്പത്തെ ആളെ നോക്കുക. അത് ഈവൺ നമ്പർ ആണെങ്കിൽ അതുപോലെ നിലനിർത്തുക. ഓഡ് നമ്പർ ആണെങ്കിലോ ഒന്ന് കൂട്ടി കൊടുക്കുക. അതാണ് ഇവിടെ. ഇഫ് ദ ഡിജിറ്റ് ടു ബി ഡ്രോപ്ഡ് ഈസ് 5, then the preceding digit is increased by 1 if it is odd. അപ്പോൾ ഡ്രോപ്പ് ചെയ്യേണ്ട നമ്പർ 5 ആണോ നോക്കുക. ആണ്. 5 ആണെങ്കിൽ ആദ്യം ശേഷം ആരെങ്കിലും ഉണ്ടോ നോക്കുക. നോൺ സീറോ ഡിജിറ്റ് ഉണ്ടോ നോക്കുക. ഇവിടെ 0 ആണെങ്കിലും പിന്നെ കുഴപ്പമില്ല. നോൺ സീറോ ഡിജിറ്റ് ഉണ്ടോ. നോൺ സീറോ ഡിജിറ്റ് ഉണ്ടെങ്കിൽ വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട, തൊട്ട് മുമ്പത്തെ ആളൊന്ന് കൂട്ടി കൊടുക്കുക. ഇവിടെ നോൺ സീറോ ഡിജിറ്റ് ഇല്ല. അപ്പോൾ തൊട്ട് മുമ്പത്തെ ആളെ നോക്കി. മുമ്പാണുള്ളത് 7 ആണ്. 7 ഓടാണോ ഈവൺ ആണോ. ഓടാണ്. ഓടാണെങ്കിൽ ഒന്ന് കൂട്ടി കൊടുക്കണം. Therefore, the answer is 523.38 is the right answer. മനസ്സിലായോ? എല്ലാ റൂൾസും കിട്ടിയല്ലോ. എന്തൊക്കെ? ഫസ്റ്റ് റൂൾ എന്താ? ഇഫ് ദ ഡിജിറ്റ് ടു ബി ഡ്രോപ്ഡ് ഈസ് സ്മോളർ ദാൻ 5, then the preceding digit is left unchanged. ഡ്രോപ്പ് ചെയ്യേണ്ട നമ്പർ 5നേക്കാൾ കുറവാണെങ്കിൽ തൊട്ട് മുമ്പത്തെ ആൾ അതുപോലെ നിലനിർത്തുക. അടുത്തത് ഡ്രോപ്പ് ചെയ്യേണ്ട നമ്പർ 5നേക്കാൾ കൂടുതലാണെങ്കിൽ തൊട്ട് മുമ്പത്തെ ആളെ ഒന്ന് ഇൻക്രീസ് ചെയ്യുക, ഒന്ന് വർദ്ധിപ്പിക്കുക. ഡ്രോപ്പ് ചെയ്യേണ്ട നമ്പർ 5 ആണെങ്കിലോ ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് 5ന് ശേഷം, ഡ്രോപ്പ് ചെയ്യേണ്ട 5ന് ശേഷം ഒരു നോൺ സീറോ അല്ലാത്ത ഏതെങ്കിലും ഡിജിറ്റ് ആണോ തൊട്ടടുത്ത ആൾ നോക്കുക. ആണെങ്കിൽ തൊട്ട് മുമ്പത്തെ ആളെ ഒന്ന് കൂട്ടി കൊടുക്കുക. വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. അത് തൊട്ട് മുമ്പത്തെ ആൾ ഓഡ് നമ്പറാണോ ഈവൺ നമ്പറാണോ എന്നൊന്നും നോക്കേണ്ടതില്ല. ഇനി ഡ്രോപ്പ് ചെയ്യേണ്ട നമ്പർ 5 ആണ്. 5 ആണെങ്കിൽ തൊട്ട് ശേഷം നോൺ സീറോ ഡിജിറ്റ് ഉണ്ടോ നോക്കി. ഇല്ല. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? തൊട്ട് മുമ്പത്തെ ആൾ ഓഡ് നമ്പറാണോ ഈവൺ നമ്പറാണോ നോക്കുക. ഈവൺ നമ്പർ ആണെങ്കിൽ അതുപോലെ നിലനിർത്തുക. ഓക്കെ. ദെൻ തൊട്ട് ഡ്രോപ്പ് ചെയ്യേണ്ട നമ്പർ 5 ആണ്. 5ന് ശേഷം നോൺ സീറോ ഡിജിറ്റ് ഇല്ല. അപ്പോൾ തൊട്ട് മുമ്പത്തെ ആളെ നോക്കി. മുമ്പത്തെ ആളെ നമ്പർ ഓഡ് നമ്പർ ആണെങ്കിൽ അതുപോലെ ഓഡ് നമ്പർ ആണെങ്കിൽ ഒന്ന് വർദ്ധിപ്പിക്കുക. അതാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റൗണ്ടിങ് ഓഫിൻ്റെ റൂൾസ്, ഈ കാര്യങ്ങൾ ഇതിൻ്റെ ഒരു ഹോംവർക്കാണ് ഞാൻ ആദ്യം തരാൻ പോണത്. എന്നിട്ട് അടുത്ത ഭാഗത്തേക്ക് പോകുന്നുള്ളൂ. ഓക്കെ. ഹോംവർക്ക് ഇതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണം. ഇവിടെ ഡ്രോപ്പ് ചെയ്യേണ്ട രീതി 2 രൂപത്തിൽ സംസാരിക്കും. ഡ്രോപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ 2 രൂപത്തിലാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഒന്ന്, പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഡെസിമൽ പ്ലേസസിൻ്റെ എണ്ണത്തിന് റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഉദാഹരണത്തിന് നോക്കി, ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്. നമ്മളോട് പറയും 1 ഡെസിമൽ പ്ലേസിലേക്ക് റൗണ്ട് ചെയ്യാം. മീൻസ് ഡെസിമൽ പ്ലേസിൻ്റെ എണ്ണത്തിനെ കൃത്യതപ്പെടുത്തിയിട്ട് നമ്മളോട് റൗണ്ട് ചെയ്യാൻ പറയും. 1 ഡെസിമൽ പ്ലേസിലേക്ക് റൗണ്ട് ചെയ്യുക, 2 ഡെസിമൽ പ്ലേസിലേക്ക് റൗണ്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡെസിമൽ പ്ലേസ് നോക്കുക. എന്നിട്ട് അതിന് ശേഷം 1 ഡെസിമൽ പ്ലേസ് മതിയെങ്കിൽ ഇവിടെ ഇപ്പോൾ 3 ആണ്. അപ്പോൾ 3 കഴിഞ്ഞതിന് ശേഷം അടുത്ത ആളെ ഡ്രോപ്പ് ചെയ്യാം. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ അതല്ല പറഞ്ഞത്. റൗണ്ട് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ആസ് ഇൻഡിക്കേറ്റഡ് എന്നാണ്. എന്നിട്ട് എന്താ പറഞ്ഞത്? അപ് ടു 3 ഡിജിറ്റ്സ് എന്നാണ്. അപ് ടു 3 ഡിജിറ്റ്സ്. ആകെ 3 ഡിജിറ്റേ പാടുള്ളൂ. അപ്പോൾ ആകെ 3 ഡിജിറ്റേ പാടുള്ളൂ പറഞ്ഞാൽ നമ്മൾ ഡെസിമൽ പ്ലേസിന് ശേഷമാണോ എണ്ണേണ്ടത്? അല്ല. അപ്പം 1 2 3 കണ്ടോ? അപ്പോൾ 3 ഡിജിറ്റായി. അപ്പോൾ അതിന് ശേഷം വരുന്ന ആളെയാണ് ഡ്രോപ്പ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് അങ്ങനെ പറഞ്ഞോ. ഫുള്ള് ഡിജിറ്റിൻ്റെ എണ്ണത്തിലേക്കാണ് സംസാരിച്ചത്. 4 ഡിജിറ്റിലേക്ക് 10ൻ്റെ പവർ നിങ്ങൾ ആ ഡിജിറ്റിലേക്ക് പരിഗണിക്കേണ്ടതില്ല. മനസ്സിലായല്ലോ? 10ൻ്റെ പവർ ഡിജിറ്റിലേക്ക് പരിഗണിക്കില്ല. ബാക്കിയുള്ള നമ്പർ നോക്കിയാൽ മതി. അപ്പോൾ ഞാനത് സംസാരിക്കുന്നില്ല. അത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. ചെയ്തതിന് ശേഷം അത് മാത്രമല്ല, ഇത് നിങ്ങൾ എനിക്ക് ഹോംവർക്കായിട്ട് ചെയ്തിട്ട് നിങ്ങൾ എനിക്ക് ഇത് നോട്ട്ബുക്കിൽ കൃത്യമായിട്ട് ചെയ്യുക. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പറയാം. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. നന്നായിട്ട് ശ്രദ്ധിക്കണം. നോട്ട്ബുക്കിൽ നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ആ ഒരു പേജിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ആ പേജിൽ നിങ്ങളിത് എഴുതിയിട്ട് ഫോട്ടോ എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യണം. മനസ്സിലായല്ലോ? എനിക്ക് എപ്പോഴെങ്കിലും അല്ലേ വാട്സപ്പ് ചെയ്യേണ്ടത്. വാട്സപ്പ് ചെയ്യേണ്ട സമയം ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. വാട്സപ്പ് ചെയ്യേണ്ട സമയം ഇന്ന് രാത്രി, അതായത് ഇന്നെന്ന് പറഞ്ഞാൽ വെനസ്ഡേ. വെനസ്ഡേ നൈറ്റിൽ നിങ്ങൾ 8 PM അതുപോലെ 9 PM ഇടയിൽ തന്നെ വാട്സപ്പ് ചെയ്യണം. മനസ്സിലായല്ലോ? ഈ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് സോൾവ് ചെയ്യാവുന്നതിലൊന്നുമില്ല. റൗണ്ട് ചെയ്യാനുള്ള സിമ്പിൾ കാര്യങ്ങളാണ്. അടുത്ത 2 ക്വസ്റ്റ്യൻസ് കൂടി വരുന്നുണ്ട്. അതും അതിൻ്റെ കൂടെ ചെയ്യാനുള്ളതാണ് ഞാൻ പറയാം. അപ്പോൾ എപ്പോഴാണ് ചെയ്യേണ്ടത്? വെനസ്ഡേ 8 PM അതായത് ഇന്ന് രാത്രി 8 മണിക്കും 9 മണിക്കും ഇടയിൽ വാട്സപ്പ് ചെയ്യണം കേട്ടോ. അതെന്താ? നിങ്ങൾ ഒരുപാട് പേര് വാട്സപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ വേറെയും ഓരോരുത്തർ വാട്സപ്പ് ചെയ്യുമല്ലോ. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാതെ പോകാനാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോരുത്തരും ചെയ്യേണ്ടത് വാട്സപ്പ് ചെയ്യുക.
ആ വാട്സപ്പ് ചെയ്തത് വാട്സപ്പ് ചെയ്യുന്ന പേപ്പറിൽ തന്നെ നിങ്ങളുടെ പേര്, നെയിം വേണം, നെയിം, ബാച്ച് കൊടുക്കുക, ദെൻ റോൾ നമ്പർ. ഇത്രയും കാര്യങ്ങൾ ആ പേപ്പറിൽ തന്നെ വേണം കേട്ടോ. ആ പേപ്പറിൽ തന്നെ ഇത്രയും കാര്യങ്ങളും കൂടി അതിൽ ഉൾക്കൊള്ളിക്കണം. മനസ്സിലായല്ലോ? ഓക്കെ, യെസ്. അപ്പോൾ ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. അപ്പോൾ ഇന്ന് രാത്രി 8 മണിക്കും 9 മണിക്കും ഇടയിൽ എനിക്കത് കിട്ടണം. നെക്സ്റ്റ് നോക്കൂ, അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് വിത്ത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഈ ഒരു സെഷനും കൂടെ കഴിഞ്ഞ് 2 റൂൾസ് നമുക്ക് പഠിക്കാനുണ്ട് ഇവിടെ. അതും കൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ സെഷൻ ഞാൻ അവസാനിപ്പിക്കും. അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് വിത്ത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നോക്കാം നമുക്ക്. അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് വിത്ത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, അതായത് ആഡ് ചെയ്യുമ്പോൾ, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ഡിവൈഡ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ എങ്ങനെയാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ പരിഗണിക്കേണ്ടത് എന്നാണ് ചോദ്യം. നമുക്ക് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് സം ആൻഡ് ഡിഫറൻസ് ആണ്. എന്ന് വെച്ചാൽ അഡീഷനും സബ്ട്രാക്ഷനിലും. എന്താ റൂൾ നോക്ക്. ഇൻ അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ ദ ഫൈനൽ റിസൾട്ട് ഷുഡ് ബി റിപ്പോർട്ടഡ് ടു ദ സെയിം നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് ആസ് ദാറ്റ് ഓഫ് ദ ഒറിജിനൽ നമ്പർ വിത്ത് മിനിമം നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ്. നിങ്ങളിത് കാണാതെ പഠിച്ചങ്ങനെ മഗ്ഗപ്പ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾ കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. വളരെ സിമ്പിൾ കാര്യം പറഞ്ഞത്. ആഡ് ചെയ്യുമ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോഴും ഫൈനൽ റിസൾട്ട് എന്ന് വെച്ചാൽ കിട്ടുന്ന ആൻസറിൽ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ടത് ഡെസിമൽ പ്ലേസ് ആണ്. ഡെസിമൽ പ്ലേസ്, കാരണം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ പരിഗണിക്കുമ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ടത് അഡീഷനിലും സബ്ട്രാക്ഷനിലും അവസാനത്തെ റിസൾട്ടിൽ എത്രയോ ഡെസിമൽ പ്ലേസ് ഉണ്ടാകാൻ പാടില്ല. എത്ര ഡെസിമൽ പ്ലേസേ പാടുള്ളൂ. ഏതൊക്കെ നമ്പേഴ്സിനെയാണോ നമ്മൾ ആഡ് ചെയ്തത് അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്തിട്ടുള്ളത്, ആ നമ്പറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കുറവ് ഡെസിമൽ പ്ലേസ് ഏത് നമ്പറിനാണോ ഉള്ളത് അത്ര ഡെസിമൽ പ്ലേസേ ഫൈനൽ ആൻസറിന് പാടുള്ളൂ. പേടിക്കേണ്ട, സിമ്പിൾ പരിപാടിയാണ്. ഞാൻ വീണ്ടും പറയാം. നോക്ക്, ഞാനിവിടെ 1, 2, 3 ഈ 3 നമ്പേഴ്സിനും കൂടെ ആഡ് ചെയ്യണം. എന്താണ് ഈ റൂള് പറഞ്ഞതെന്നാണ് സംസാരിക്കുന്നത്. പേടിക്കേണ്ടായിരുന്നു. ഈ 3 നമ്പേഴ്സും കൂടെ ഞാൻ ആഡ് ചെയ്യണം. അങ്ങനെ ഈ 3 നമ്പറും കൂടെ ഞാൻ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഉണ്ടല്ലോ, ഫൈനൽ ആൻസർ. ആ ഫൈനൽ ആൻസറിൽ എത്ര ഡെസിമൽ പ്ലേസ് വേണം എന്ന് തീരുമാനിക്കുന്നത് ഈ തന്നിരിക്കുന്ന നമ്പറിലെ ഡെസിമൽ പ്ലേസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇത് നമ്മൾ കാൽക്കുലേറ്റർ എടുത്തിട്ട് ഇത് 3 കൂടെ ആഡ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ അല്ലാതെ തന്നെ നിങ്ങൾ ആഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആൻസർ കിട്ടുക കേട്ടോ. പക്ഷെ നമ്മളോട് റൂള് പറഞ്ഞാൽ എന്താ പറയുക, ഇതിലാകെ എത്ര ഡെസിമൽ പ്ലേസ് ഉള്ളത്? 1, 2, 2. ഇതിലെത്ര ഉള്ളത്? 1. ഇതിലെത്ര ഉള്ളത്? 3 ഡെസിമൽ പ്ലേസ്. അങ്ങനെയാണെങ്കിൽ ഫൈനൽ ആൻസറിൽ ഈ തന്ന നമ്പറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കുറവ് ഡെസിമൽ പ്ലേസ് ഏതാണോ, എത്രയാണോ ഉള്ളത് അത്ര ഡെസിമൽ പ്ലേസ് ഇവിടെ പാടുള്ളൂ. വിഷയം മനസ്സിലായോ? അപ്പോൾ ഈ 3 നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഏറ്റവും കുറവ് ഡെസിമൽ പ്ലേസ് ആർക്കാണോ ഉള്ളത് അത്ര ഡെസിമൽ പ്ലേസ് മാത്രമേ ഫൈനൽ ആൻസറിന് പാടുള്ളൂ. മനസ്സിലായോ? ഓക്കെ, അതാണ് ഈ പറഞ്ഞ ഇൻ അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ ദ ഫൈനൽ റിസൾട്ട് ഷുഡ് ബി റിപ്പോർട്ടഡ് ടു ദ സെയിം നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് ആസ് ദാറ്റ് ഓഫ് ദ ഒറിജിനൽ നമ്പർ. ഉണ്ടോ? അതെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ഈ നമ്പർ ഓഫ് ദ ഷെയ് വിത്ത് മിനിമം നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ്. അപ്പോൾ നോക്കൂ, നമ്മൾ കൃത്യമായിട്ട് ആൻസർ ഇതാണ് കൊടുത്താലോ, ഇത് തെറ്റാണ്. അങ്ങനെ എഴുതാൻ പാടില്ല. ഇതിൽ നോക്കൂ, തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറവ് 1 ഡെസിമൽ പ്ലേസ് ആണ്. അപ്പോൾ ഇതിൽ 1 ഡെസിമൽ പ്ലേസേ പാടുള്ളൂ. എന്ന് വെച്ചാൽ ഈ 1 ഡെസിമൽ പ്ലേസ് എന്ന് പറഞ്ഞാൽ ഈ 8 കഴിഞ്ഞിട്ട് അടുത്ത ആൾ എന്ത് ചെയ്യണം? ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ 8 കഴിഞ്ഞിട്ട് ഇവിടെ ആരാ ഉള്ളത്? 2 ആരാ? ലെസ് ദാൻ 5. ലെസ് ദാൻ 5 ആണ് തൊട്ട് മുമ്പത്തെ ആൾ എന്തുണ്ട്? അതുപോലെ നിലനിർത്തുക. Therefore the answer is 663.8 is the 8 gram is the final answer. കണ്ടോ? ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ റൂൾ മനസ്സിലായോ? റൂൾ നിങ്ങൾ ബൈ ഹാർട്ട് ആക്കി വെക്കൽ എല്ലാ കാര്യം റൂള് കാര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യലാണ്. മനസ്സിലായോ? റൂള് കാര്യമുള്ള സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ വർഷത്തെ, അതായത് 2020-ലെ 2020-ലെ നീറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം, 2 നമ്പേഴ്സിനെ ആഡ് ചെയ്തിട്ട് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ പരിഗണിച്ചുകൊണ്ട് ആഡ് ചെയ്തിട്ടുള്ള ആൻസർ ഏതാണ്? ഇതാണ് ചെയ്യാനുള്ളത്. മനസ്സിലായല്ലോ? മീൻസ് ഈ ക്വസ്റ്റനാണ് ചോദിച്ചതെന്നല്ല ഞാൻ പറഞ്ഞത്. പകരം ഇതേ 2 നമ്പർ തന്നിട്ട് ഇതേ രൂപത്തിൽ, അപ്പോൾ ഡെസിമൽ പ്ലേസ് കൂട്ടത്തിൽ ഏറ്റവും കുറവ് ഏതാണോ അവിടെ ആഡ് ചെയ്യുക, സബ്ട്രാക്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ആൻസറിൽ നോക്കിയാൽ മതി. ആൻസറിൽ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ എത്ര ഡെസിമൽ പ്ലേസ് ഏതാണെന്ന് നോക്കിയിട്ട് അത് സെലക്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം. ക്വസ്റ്റൻ അല്ല, അടുത്ത കണ്ടീഷൻ. അപ്പോൾ അഡീഷനിലും സബ്ട്രാക്ഷനിലും നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പരിഗണിക്കേണ്ടത് ആരെയാണ്? ഡെസിമൽ പ്ലേസിനാണ്. കീപ് ഇറ്റ് ഇൻ മൈൻഡ്. അഡീഷനിലും സബ്ട്രാക്ഷനിലും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ പരിഗണിച്ചുകൊണ്ട് ആൻസർ എഴുതാൻ പറഞ്ഞാൽ തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്?
ഡെസിമൽ പ്ലേസിനെയാണ് പരിഗണിക്കേണ്ടത്. ഡെസിമൽ പ്ലേസിൽ കൂട്ടത്തിൽ ഏറ്റവും കുറവ് ഡെസിമൽ പ്ലേസ് ഏത് നമ്പറിലാണുള്ളത് അത്ര ഡെസിമൽ പ്ലേസേ ഫൈനൽ ആൻസറിന് പാടുള്ളൂ. എന്നാൽ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനിലോ, അതാണ് മൾട്ടിപ്ലിക്കേഷൻ ഗുണനഫലം, പ്രോഡക്റ്റ്, കോഷ്യൻ്റ്, ഹരണഫലം. മൾട്ടിപ്ലിക്കേഷനിൽ ഡിവിഷനിൽ അല്ലേ, ഗുണിക്കലും ഹരിക്കലും സംഭവിക്കലും എന്താ അവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് തന്നെയാണ് നോക്കേണ്ടത്. their condition significant figure. The final result should be reported to the same number of significant figures, decimal place alla, as that of the original number with the minimum number of significant figures. For example, measured values of mass and volume. Mass, വ്യാപ്തം, വോളിയം. അപ്പോൾ നോക്കി, ഇത് മാസ്, ഇത് വോളിയം നമുക്ക് കിട്ടി. മാസും കിട്ടി, വോളിയം കിട്ടി. റെഡി അല്ലേ? ഓക്കെ, മാസ് എത്ര കിട്ടിയത്? 4.237 ഗ്രാം. വോളിയം എത്ര കിട്ടി? 2.51 സെൻറ്റിമീറ്റർ ക്യൂബ്. നമ്മൾ മെഷർ ചെയ്തപ്പോൾ കിട്ടിയതാണ്. നമുക്ക് വേണ്ടത് ഡെൻസിറ്റിയാണ്. ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. ഡെൻസിറ്റി ഓർക്കുന്നില്ലേ? സാന്ദ്രത. ഡെൻസിറ്റിൻ്റെ ഇക്വേഷൻ എന്താ? മാസ് ബൈ വോളിയം, മാസ് ബൈ വ്യാപ്തം. സാന്ദ്രത ഈക്വൽ ടു മാസ് ബൈ വ്യാപ്തം. ഓക്കെ, അപ്പോൾ മാസ് നമ്മളെ കയ്യിലുണ്ട്, വ്യാപ്തം നമ്മളെ കയ്യിലുണ്ട്, മാസും വോളിയം നമ്മളെ കയ്യിലുണ്ട്. നമുക്ക് ഡിവൈഡ് ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റർ എടുത്തിട്ട് അത് ഡിവൈഡ് ചെയ്തു എന്ന് വിചാരിക്കുക. സപ്പോസ് അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടിയത് നമുക്ക്? ഇതാണ് നമുക്ക് കിട്ടിയത്. അതാ. അപ്പോൾ ഒരാൾ ഞാൻ കൃത്യമായിട്ട് ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് കൃത്യം ആൻസർ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത്രത്തോളം കൊടുക്കുകയാണോ വേണ്ടത്? അല്ല, ഇത് തെറ്റാണ്. ഇങ്ങനെ കൊടുക്കാൻ പാടില്ല. പിന്നെ എന്താ കണ്ടീഷൻ? തന്നിരിക്കുന്ന നമ്പേഴ്സിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട് എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. നോക്കൂ, ഇതിൽ ഒക്കെ നോൺ സീറോ ഡിജിറ്റാണ്. അപ്പോൾ എത്ര സിഗ്നിഫിക്കേഴ്സ് ഉണ്ട്? 4. ഇതിൽ ഫുള്ള് നോൺ സീറോ ഡിജിറ്റാണ്. എത്ര സിഗ്നിഫിക്കേഴ്സ് ഉണ്ട്? 3. അപ്പോൾ ഫൈനൽ ആൻസറിൽ ഇതിലേറ്റവും കുറവ് എത്രയാണ് ഉള്ളത്? അത്രേ പാടുള്ളൂ. അപ്പോൾ ഇതിൽ എത്ര കുറവുള്ളത്? 2.51. അതിലെത്ര ഉള്ളത്? 3 എണ്ണം. അതുകൊണ്ട് ഫൈനൽ ആൻസറിന് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ പാടുള്ളൂ? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ പാടുള്ളൂ. അതാണ് റൂള്. അപ്പോൾ 3 എണ്ണം ഏതാ? 1, 2, 3. കണ്ടോ? 3, ഈ 8 വരെ. പിന്നെ അടുത്ത ആളെ പറ്റൂല. കണ്ടോ? ഇവിടെ മുതൽ ഡ്രോപ്പ് ചെയ്ത് ഒഴിവാക്കണം. ഇവിടെ മുതൽ പറ്റൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1.68 വരെ അവിടെ നിന്ന് അങ്ങോട്ട് ഉപയോഗിക്കരുത്. മനസ്സിലായോ? അപ്പോൾ ഈ 8നെ ഡ്രോപ്പ് ചെയ്യണം. അതിന് 8നെ ഡ്രോപ്പ് ചെയ്ത ബാക്കിയുള്ളവർക്കാണ് പോകുന്നുള്ളൂ. 8 ആരാ? ഗ്രേറ്റർ ദാൻ 5. ഗ്രേറ്റർ ദാൻ 5നെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? തൊട്ട് മുമ്പത്തെ ആളൊന്ന് കൂട്ടി കൊടുക്കുക. അപ്പോൾ എന്താ കിട്ടുക? 1.69. മനസ്സിലായോ? ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ്. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ഇതാണ് ഫൈനൽ ആൻസർ. മനസ്സിലായോ? ക്ലിയർ അല്ലേ? അപ്പോൾ ചെയ്യേണ്ട വിധം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നോക്കൂ, നേരത്തെ ഞാൻ ഹോംവർക്ക് തന്നില്ലേ? അതിൽ 2 ക്വസ്റ്റനും കൂടെ അധികമുണ്ട്. ആ ഹോംവർക്കാണ് ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റൻ ഇതാണ്. ഈ 3 നമ്പറിനെ ആഡ് ചെയ്യുക. എന്നിട്ട് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കറക്റ്റായിട്ട് കൊടുക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ നോക്കൂ, ഇതാണ്. സബ്ട്രാക്റ്റ്, ഈ നമ്പറിനെ ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. എന്നിട്ട് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനൊക്കെ പരിഗണിച്ചുകൊണ്ട് ഫൈനൽ ആൻസർ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ അല്ലേ? മനസ്സിലായോ? അപ്പോൾ നന്നായിട്ട് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ പാർട്ട് കഴിഞ്ഞു, റൗണ്ടിങ് കഴിഞ്ഞു, അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് വിത്ത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. റെഡി? താങ്ക് യു.